എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിറ്റേഷനും മെഡിറ്റേഷൻ ടെക്നിക്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. എന്താണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ എന്നാൽ ഒരു അവസ്ഥയാണ്, നമ്മുടെ ബോധത്തിന്റെ ഒരു ഉയർന്ന തലങ്ങൾ അല്ലെങ്കിൽ ബോധത്തിന്റെ ഒരു പൂർണ്ണാവസ്ഥ എന്ന് വേണേൽ പറയാം. അതായത് ഒരു അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, ഒരു സ്റ്റേറ്റ് ഓഫ് പ്യുവർ കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതൊരു അവസ്ഥയാണ്. അതായത് നമുക്കൊരു ബോധമുണ്ട്, നോർമലി നമ്മളൊരു കോൺഷ്യസ് ആണ്. പക്ഷെ നമ്മുടെ നോർമൽ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ട് ആണ്. നമ്മൾ കുറച്ചൊരു ഫ്രാക്ഷൻ മാത്രമേ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ളൂ, കൂടുതലും നമ്മൾ അൺകോൺഷ്യസ് ആണ്. സോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ അൺകോൺഷ്യസ്നെസ് എല്ലാം മാറി നമ്മൾ ഫുള്ളി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരും. ആ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്? മെഡിറ്റേഷൻ ടെക്നിക്സ് അതായത് നമ്മൾ മെഡിറ്റേഷൻ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള മാർഗമാണ് മെഡിറ്റേഷൻ ടെക്നിക്സ്. അതായത് മെഡിറ്റേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ പലതരം മെത്തേഡ്സ് ഓഫ് മെഡിറ്റേഷൻ, പലതരം മെഡിറ്റേഷൻ പ്രാക്ടീസസ്, ഇത് ഉപയോഗിച്ചാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സോ നമ്മൾ നോർമലി പറയാറുണ്ട്, നമ്മൾ രാവിലെ 1 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തു, ഒരു അരമണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തു, ഈവനിങ് നമ്മൾ 1 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോർമലി ഉദ്ദേശിക്കുന്നത് നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് ചെയ്യുന്നു എന്നാണ്. സോ ഈ ടെക്നിക്സ് ചെയ്താണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. സോ നമ്മൾ മെഡിറ്റേഷൻ എന്ന അവസ്ഥ നമ്മളിൽ സംഭവിക്കുന്നത് വരെ, അതായത് മെഡിറ്റേഷൻ എന്ന അവസ്ഥ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു 24 hours നമ്മൾ മെഡിറ്റേഷൻ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് നിരന്തരം ട്രൈ ചെയ്യുന്നുണ്ട്, നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ മെഡിറ്റേഷൻ നമ്മളിൽ സംഭവിക്കും. പിന്നെ നമ്മൾ ഒരിക്കലും മെഡിറ്റേഷൻ പ്രാക്ടീസസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു 24 hours ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആയിരിക്കും. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആ മെഡിറ്റേഷൻ എന്ന അവസ്ഥ നമ്മൾ പൂർണ്ണമായി കഴിയും. നമ്മൾ മെഡിറ്റേറ്റീവ് മൂഡില് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ആയിരിക്കും പിന്നെ. സോ ആ ഒരു പോയിന്റ് എത്തുന്നവരെ നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് ചെയ്യും. സോ ഇതാണ് മെഡിറ്റേഷനും മെഡിറ്റേഷൻ ടെക്നിക്സും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. സോ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഒരു അൺകോൺഷ്യസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഒരു മൈന്യൂട്ട് ഫ്രാക്ഷൻ നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ളൂ, നമ്മൾ കൂടുതലും അൺകോൺഷ്യസ് ആണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ 24 hours നമ്മളിപ്പോൾ ഒരു ഡേ ടു ഡേ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലും അൺകോൺഷ്യസ് ആയിട്ടാണ് പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നടക്കുക, നമ്മൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യുക, നമ്മൾ ഭക്ഷണം കഴിക്കുക, നമ്മൾ പല്ല് തേക്കുക, കുളിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളൊരു മെക്കാനിക്കലായിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ ഫുള്ളി കോൺഷ്യസ് ആയിട്ടല്ല ചെയ്യുന്നത്. സോ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോലും, നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ പോലും നമ്മൾ കൂടുതലും കുറച്ചേ കോൺഷ്യസ് ആയിട്ടുള്ളൂ. കൂടുതലും നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ് ഇസ് ബ്ലർഡ് വിത്ത് കോണ്ടന്റ്സ് ഓഫ് ദ മൈൻഡ്. മൈൻഡിന്റെ പല കാര്യങ്ങളും, മൈൻഡിന്റെ തോട്ട്സ്, ഇമാജിനേഷൻസ് ഇതെല്ലാം ഇങ്ങനെ വന്ന് മൈൻഡിൽ വീണുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ നോർമലി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക് മൈൻഡിന്റെ കോണ്ടന്റ്സ് ഇങ്ങനെ വന്ന് വീണ് നമ്മളൊരു പ്യുവർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിലല്ല ഇരിക്കുന്നത്. നമ്മൾ കൂടുതലും ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു നോർമൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ ഒരു ഹെൽത്തി സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കൂടുതലും നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്.